വളരെ പ്രയാസകരമായ ത്യാഗത്തിന്റെ ഒരുപാട് പടിയറമ്പുകൾ കഴിഞ്ഞു കടന്നിട്ടാണ് അവരൊക്കെ ഒരു മദ്രസ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ ഇത് നമുക്ക് വേണ്ടി നമ്മുടെ ഈ മഹല്ല് നാട്ടുകാർ നല്ല സുന്ദരമായ മദ്രസകൾ ഉണ്ടാക്കി തന്നിട്ടോ, അത് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നിട്ടോ, എന്തുകൊണ്ട് മക്കളെ ഞാൻ പറഞ്ഞു വിടുന്നില്ല? ഒരു 5ാം ക്ലാസ് പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുട്ടിക്ക് എല്ലാം ഇവിടത്തെ കുറിച്ചല്ല പറഞ്ഞത്, പൊതുവെ നടക്കുന്ന ഒരു അവസ്ഥ. 5ാം ക്ലാസ്സിലെ പഠനം കഴിയുമ്പോഴേക്ക് എന്റെ കുട്ടിക്ക് എല്ലാം തികഞ്ഞു, 8 മണിക്ക് സ്കൂൾ ബസ് വരും, കുട്ടിക്ക് പോകണം, അതുകൊണ്ട് എന്താവൂല, മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ കഴിയൂല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈദിന്റെ വിഷയം അറിയണമെങ്കിൽ, ഒരു നിഫാസിന്റെ വിഷയം അറിയണമെങ്കിൽ, മറ്റു സംബന്ധിച്ച് ഏതൊരു കാര്യം അവർക്ക് മനസ്സിലാകണമെങ്കിലും ചുരുങ്ങിയത് 10ാം ക്ലാസ്സിലെങ്കിലും എത്തണം. ആ സമയായ മസല മനസ്സിലാക്കി എടുക്കാനുള്ള പൂർണ്ണമായ ബുദ്ധിയും ബോധവും ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ അതിന് നമുക്ക് സമയമില്ല. സ്കൂൾ പോട്ടെ, സ്കൂളിന് പ്രാധാന്യം കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഏതെങ്കിലും സ്കൂളിൽ നിന്റെ അയൽവാസി മഫിന് കിടക്കുമ്പോ നീ പഠിപ്പിച്ചു തരുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളിലും ബാപ്പയെ കുറിച്ചാവട്ടെ, ഉമ്മയെ കുറിച്ചാവട്ടെ, അച്ഛനെ കുറിച്ചാവട്ടെ, അമ്മയെ കുറിച്ചാവട്ടെ, ഏതൊരു വിഷയത്തിനെ കുറിച്ച് പഠിപ്പിച്ചു തരികയാണെങ്കിലും, എന്തിനേറെ ഒരു ഉമ്മയെ കുറിച്ച് പഠിപ്പിച്ചു തരികയാണെങ്കിലും പോലും അവിടെ നിന്ന് പറഞ്ഞു തരുന്നത് നിന്നെ പ്രസവിക്കപ്പെട്ടവൾ. അതിന്റെ അപ്പുറത്തേക്കായി ഉമ്മയെ കുറിച്ച് അല്ലെങ്കിൽ വാപ്പയെ കുറിച്ച് ഗുരുനാഥന്മാരെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന നമുക്ക് ലഭിക്കാറുണ്ടോ? ഇല്ല. എന്നാൽ മദ്രസ വിദ്യാഭ്യാസം വരുമ്പോ നിങ്ങളോട് ചോദിച്ചു നോക്കൂ, അവരുടെ ആദ്യത്തെ പാഠം തന്നെ അബുൻ, വാപ്പ, ഉമ്മൻ, ഉമ്മ, അവരുടെ കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ചു തരുന്ന ഒരേ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമുള്ളത്, അത് മദ്രസ വിദ്യാഭ്യാസമാണ്. പക്ഷേ അതിനെതിരെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേവലം 1 മണിക്കൂർ മാത്രം വന്നിരുന്നുകൊണ്ട് പഠിച്ചു തീർക്കാനുള്ളതല്ല മദ്രസ പഠനം എന്ന് പറയുന്നത്. സാഹചര്യങ്ങളാണ്, പഠിക്കേണ്ടി വരും, പ്രയാസം അനുഭവിക്കേണ്ടി വരും. പക്ഷേ അതിനൊക്കെയുള്ള തരണം ചെയ്തു പോകാനുള്ള ഒരു വഴികളാണ് നാം കണ്ടെത്തേണ്ടത്. എന്ന് പറയുമ്പോ 7 മണിക്ക് ഒരു കുട്ടി വന്നാൽ 7 ആകുമ്പോൾ കുട്ടി സ്കൂൾ ബസ്. ഈ അരമണിക്കൂർ കൊണ്ട് ഈ കുട്ടിയെ ഞങ്ങൾ എന്ത് പഠിപ്പിക്കും? പ്രിയമുള്ള രക്ഷിതാക്കൾ ചിന്തിച്ചു നോക്കും. 7 മണിക്ക് ഒരു കുട്ടി വന്നിട്ട് 7 മണിയാകുമ്പോൾ നീ എന്ത് പഠിപ്പിക്കും? ഇന്നലെ എടുത്ത ഖുർആനിലെ ഒരു ആയത്തെങ്കിലും ജസ്റ്റ് ഒന്ന് ബോധിപ്പിച്ചു നോക്കുമ്പോഴേക്ക് 7:20. കാരണം കുട്ടി വന്ന് ഹാജരെടുക്കുമ്പോൾ അവരുടെ ഏഴത്ത് കഴിഞ്ഞു. എന്നാ ഈ വരുന്ന കുട്ടി കറക്റ്റ് 7 മണിക്ക് വരുമോ? അതുമില്ല. കുട്ടി വരുമ്പോൾ തന്നെ 7 ചെയ്യും. കറക്റ്റ് 7 കുട്ടിക്ക് പോകേണ്ടി വരും. ഈ കുട്ടിയെ എന്ത് പഠിപ്പിക്കും? എന്നാൽ ഇനി അത്രയും കഷ്ടപ്പെട്ട് റിസ്കെടുത്ത് പ്രയാസപ്പെട്ടിട്ട് ആ കുട്ടിക്ക് വേണ്ട വിഷയങ്ങളും പാഠങ്ങളും പറഞ്ഞു കൊടുത്താൽ അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സ്നേഹനിധികളായ ഉമ്മമാർ അതിനു വേണ്ടി തയ്യാറാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ കുട്ടി ഇന്ന് മദ്രസയിലേക്ക് പോയി. ചിലപ്പോ ഉസ്താദുമാരാവുന്ന ഞങ്ങളുടെ ഫാൾട്ട് വന്നേക്കാം, രക്ഷിതാക്കളാവുന്ന നിങ്ങളുടെ ഫാൾട്ട് വന്നേക്കാം. എന്തിനേറെ ആ കുട്ടി ദിവസവും മദ്രസ വിട്ട് വീട്ടിൽ വരുന്നു, സ്കൂളിലേക്ക് പോകുന്നു. സ്കൂൾ വിട്ട് വന്ന് കുറച്ചു നേരം അല്പം കളിക്കാനൊക്കെ സമയം കൊടുക്കണം. അതൊന്നും എന്താക്കാൻ പാടില്ല, നിർത്തലാക്കാൻ പാടില്ല. വന്നുടനെ തന്നെ ബുക്ക് വേണ്ടത്. അതിന് സമയം ആ ഒരു വിശാലമായതിന്റെ ഇടയിൽ അവരെ വിളിച്ചിരുത്തി ഇന്ന് എന്താ നിങ്ങളെ പഠിപ്പിച്ചത്, ഇനി എന്താണ് നിങ്ങൾക്ക് മദ്രസയിൽ എടുത്തു തന്നത് എന്ന് ചോദിച്ച് അവർക്ക് വേണ്ട ആ പാഠങ്ങൾ ഭംഗിയായി പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു മദ്രസ പഠനം എന്നതുകൊണ്ട് വെറും 7ാം ക്ലാസ്സോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സോ ഇനി +1 വരെ പഠിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് നമുക്കൊന്നും നഷ്ടം വരാനില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ മദ്രസകളിൽ എങ്ങനെയാണ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നത്? ഫിഖ് എടുത്ത് നോക്ക്, അഖ്ലാഖ് എടുത്ത് നോക്ക്, താരീഖ് എടുത്ത് നോക്ക്. ഓരോ
വിഷയങ്ങളിലും അതിൻ്റെതായ ചുവടുവെപ്പുകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഫിഖ് എടുത്ത് നോക്കുമ്പോ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് കർമ്മശാസ്ത്രം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്? കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? സഹീഹായ മസ്തരകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വുളു എടുക്കേണ്ട രൂപം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. വളരെ തെമ്മാടിയായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ വളരെ ചിന്താനീയമായി നമുക്ക് പറഞ്ഞു തന്ന ഒരു വിഷയം. ഒരു മനുഷ്യൻ മരണപ്പെട്ടു. അയാൾ ജീവിതത്തിൽ ഒരു നന്മ പോലും ഇന്നവരെ പ്രവർത്തിച്ചിട്ടില്ല. അത്രയും നീചനായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന് ഖബറിലേക്ക് വെച്ചപ്പോ ആ ഖബറിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകൾ ഇങ്ങനെ വരികയാണ്. മുൻകർ നബിയ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. മർറബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമാ ഇമാമുക എന്നടങ്ങുന്ന ഓരോരോ ചോദ്യങ്ങളും ആ മനുഷ്യനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഒരൊറ്റ ചോദ്യത്തിലേക്ക് പോലും ആ മനുഷ്യനിക്ക് യഥാർത്ഥമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ആ സമയത്തോ അദാബിന്റെ മലക്കുകൾ ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്തിനാ വരുന്നത്? ആ വന്നുകൊണ്ട് ആ മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി വരിക. ഒരു മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താവാണ്? ആ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി ഖബറിന്റെ അടുക്കലേക്ക് വന്നപ്പോ ആ ഖബറിന്റെ അടുക്കൽ നിന്നോ അദാബിന്റെ മലക്കുകളുടെ കൈക്ക് പിടിച്ച ഒരു സംഭവമാണ്. ബഹുമാനപ്പെട്ട